അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ പാമ്പുരുത്തി മക്കാമിലേക്കാണ്. കണ്ണൂരിൽ നിന്നും പുതിയതൊരു കാട്ടാമ്പള്ളി വഴി നാറാത്ത് എന്ന സ്ഥലത്തു നിന്നുമാണ് പാമ്പുരുത്തി മക്കാമിലേക്ക് പോകേണ്ടത്. വളരെ ചരിത്ര പ്രസിദ്ധമായ മക്കാമാണ് പാമ്പുരുത്തി മക്കാം. ഇതാ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ആദ്യമായി ഒരു മക്ബറയാണ് കാണുന്നത്. പള്ളിയുടെ പുറത്തായിട്ടൊരു മക്ബറയുണ്ട്. വളരെ പുരാതന കാലത്ത്, അതായത് ഹിജ്റ 130 ഇവിടുത്തെ പള്ളിയും ഈ ചരിത്ര പ്രസിദ്ധമായ ഈ സ്ഥലവും രൂപം കൊണ്ടത്. അതായത് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു സ്ഥലമാണ് പാമ്പുരുത്തി. ഒരുപാട് കറാമത്തുകൾക്ക് പേരുകേട്ട സ്ഥലമാണ് പാമ്പുരുത്തി. ഈ പള്ളിയും പരിസരങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം മക്കാമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് മക്കാമാണ് ഇവിടെ ഉള്ളത്. വളരെ പോരിശേറിയ മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് അവരുടെ മദതിനായി പ്രാർത്ഥിക്കാം. പള്ളിയുടെ നിർമ്മിതിയിൽ പോലും നമുക്ക് ആ പ്രൗഢി കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ പള്ളി നവീകരിച്ച ഒരു പള്ളിയാണ്. അതിലുള്ള മിമ്പർ പഴയ മിമ്പറാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ പ്രൗഢമായ പള്ളിയാണ്. പഴയ കാലത്തുള്ള രാജകീയ പ്രൗഢതയിലുള്ള പള്ളിയാണിത്. പാമ്പുരുത്തി എന്നത് ഒരു ദ്വീപാണ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വളരെ ഭംഗിയുള്ളൊരു നാടാണ് പാമ്പുരുത്തി. അള്ളാഹുവിൻ്റെ ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന ഈ പുണ്യമായ സ്ഥലത്ത് സിയാറത്ത് ചെയ്യുവാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ കുളം കണ്ടോ നിങ്ങൾ? വളരെ പ്രാചീന കാലത്ത് നിർമ്മിച്ചൊരു കുളമാണ്. ഇന്നിത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. പരിസര പ്രദേശങ്ങളിതാ ഇത്തരത്തിലാണ് പാമ്പുരുത്തി. വളരെ ചെറിയൊരു ദ്വീപ് സ്ഥലമാണ്.